കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. ആസാദി കാ അമൃത് മഹോത്സവത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നടത്തിവരുന്ന ലെക്ചർ സീരീസിലെ അവസാനത്തെ ലെക്ചർ സീരീസ് ആയ ഈ ലെക്ചർ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വിഷയം സ്വയം നിയന്ത്രിത കാലാവസ്ഥാ നിരീക്ഷണങ്ങളാണ്. ഞാൻ സ്ലൈഡ് ഷെയർ ചെയ്യാം. എല്ലാവർക്കും സ്ലൈഡ് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. കാണാം അരുൺ. ഓക്കെ. അപ്പോൾ സ്വയം നിയന്ത്രിത കാലാവസ്ഥാ നിരീക്ഷണങ്ങൾ എന്ന പേരിൽ തന്നെ വ്യക്തമാണ്, മനുഷ്യന്റെ ഇടപെടലുകളില്ലാതെ നമുക്ക് യാന്ത്രികമായി ഒബ്സർവേഷൻ എടുക്കുകയും അതിനെ വിക്ഷേപണം ചെയ്യുകയും ചെയ്യുന്നതാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ സാധാരണ ഒരു ഒബ്സർവേറ്ററിയിൽ നമുക്ക് ചില ഘടകങ്ങൾ നമ്മൾ നേരിട്ട് പോയി ഒബ്സർവേഷൻ എടുക്കുകയും അതിനെ നമ്മൾ കോഡ് ഫോർമാറ്റിലാക്കുകയും അത് നമ്മൾ ഡെസിമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യാറ്. അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് AWS അഥവാ ARG, ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് റെയിൻ ഗേജ് സ്റ്റേഷൻസ്, അവയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അവയിലുള്ള ഘടകങ്ങൾ, അവരുടെ ചരിത്രം, എന്തിനാണ് അവ സ്ഥാപിക്കപ്പെട്ടത് എന്നിവയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ അറിയാൻ പോകുന്നത്. പരമ്പരാഗതമായി നമ്മൾ കാലാവസ്ഥാ കേന്ദ്രത്തിൽ എടുത്തു വരുന്ന നിരീക്ഷണങ്ങൾ ഇവയാണ്: അന്തരീക്ഷ മർദ്ദം, താപനില, മഴയുടെ അളവ്, കാറ്റിന്റെ ദിശയും വേഗതയും, ദൃശ്യപരത, മേഘങ്ങളുടെ തരങ്ങളും അളവുകളും. അപ്പോൾ ഇവയെല്ലാം എടുക്കുന്നതിന് നമുക്ക് ഒരുപാട് ഉപകരണങ്ങളും ചാർട്ടുകളും ഉണ്ട്. അപ്പോൾ അവയെല്ലാം ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഒബ്സർവേഷൻസ് എല്ലാം എടുക്കുന്നത്. ഈ സ്ലൈഡിൽ കാണുന്നതൊക്കെയാണ് നമ്മളുടെ ഉപകരണങ്ങൾ. ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം, ഇത് ബാരോമീറ്റർ ആണ്. നമ്മൾ പ്രഷർ അളക്കാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ്. ഇത് മുന്നിലുള്ള ലെക്ചേഴ്സിലൊക്കെ നിങ്ങൾ ഇതൊക്കെ കണ്ടു കാണും. എന്നാൽ ഞാൻ ഒന്നും കൂടെ പരിചയപ്പെടുത്താം നിങ്ങളെ. ഇത് തെർമോമീറ്റേഴ്സ് ആണ്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഡ്രൈവർ തെർമോമീറ്റർ, മാക്സിമം തെർമോമീറ്റർ, മിനിമം തെർമോമീറ്റർ, വെറ്റ് ബൾബ് തെർമോമീറ്റർ. ഇതിൽ നിന്നും നമുക്ക് ടെമ്പറേച്ചറിന്റെ ഇൻഫർമേഷൻ ആണ് ലഭിക്കുന്നത്. ഇത് രണ്ടും കാറ്റിന്റെ വേഗതയും ദിശയും അളക്കാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ്. കപ്പ് കൗണ്ടർ അനോമോമീറ്റർ ഉപയോഗിച്ചാണ് നമ്മൾ കാറ്റിന്റെ വേഗത അളക്കുന്നത്. വിൻഡ് വെയിൻ ഉപയോഗിച്ചാണ് നമ്മൾ കാറ്റിന്റെ ദിശ മനസ്സിലാക്കുന്നത്. റെയിൻ ഗേജ് ഉപയോഗിച്ചാണ് നമ്മൾ മഴയുടെ അളവ് അളക്കുന്നത്. ഈ കാണുന്നത് സ്റ്റീവൻസൺ സ്ക്രീൻ ആണ്. ഈ സ്ക്രീനിലാണ് നമ്മൾ തെർമോമീറ്റേഴ്സ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഈ സ്ക്രീനിന്റെ സ്ട്രക്ചർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മൾ ഡയറക്റ്റ് സൂര്യന്റെ റേഡിയേഷനിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനൊരു സ്ട്രക്ചർ എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് അറ്റ്മോസ്ഫിയറിന്റെ ടെമ്പറേച്ചർ കറക്റ്റ് ആയിട്ട് ഇത് ഉപയോഗിച്ച് നമുക്ക് അളക്കാൻ പറ്റും. നോർമൽ ഒബ്സർവേറ്ററിയിൽ കണ്ടുവരുന്ന കുറച്ച് ചാർട്ട്സ് ആണ് ഇതൊക്കെ. അപ്പം ഇവിടെ നമ്മൾ മെക്കാനിസം എന്ന് പറയുന്നത് ഡ്രം മെക്കാനിസം ആണ്. അതായത് നമ്മൾ ഒരു ഡ്രം ഉണ്ടായിരിക്കും, അത് നമ്മൾ എല്ലാ ആഴ്ചയിലൊരിക്കൽ നമ്മൾ കീ കൊടുക്കുന്നതാണ്. അപ്പോൾ കീ കൊടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ അത് 24 hours റൊട്ടേഷൻ നൽകുകയും ടെമ്പറേച്ചർ ആയാലും ഹ്യൂമിഡിറ്റി ആയാലും അതിന്റെ വാല്യൂസ് 24 hours അത് മോണിറ്റർ ചെയ്ത് ഈ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ ഗ്രാഫിൽ കാണുന്ന പോലെ ഒരു ദിവസം തുടക്കം 8:30-ക്കാണ് നമ്മൾ ഈ ചാർട്ട് സെറ്റ് ചെയ്യുന്നത്. അടുത്ത ദിവസം 8:30 വരെ ഇത് റൺ ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇതുവഴി നമുക്ക് ഹൈഗ്രോഗ്രാഫ്, അതായത് ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാൻ സാധിക്കും. ഇവിടെ റെയിൻ ഗേജിന് യൂസ് ചെയ്യുന്ന ഒരു SRRG ആണ്, അതായത് സെൽഫ് റെക്കോർഡിംഗ് റെയിൻ ഗേജ്. ഇതുവഴി നമുക്ക് മഴയുടെ അളവുകൾ, എത്രത്തോളം മഴ നമുക്ക് ലഭിച്ചിട്ടുണ്ട്, അത് ഏത് സമയത്താണ് നമുക്ക് ഏറ്റവും അധികം മഴ ലഭിച്ചത് എന്നൊക്കെ നമുക്ക് ഇതുവഴി അറിയാൻ സാധിക്കും. ഇവിടെ നമ്മൾ പ്രഷർ ചേഞ്ച് എല്ലാം അറിയാൻ വേണ്ടിയാണ് ബാരോഗ്രാഫ് യൂസ് ചെയ്യുന്നത്. ഇവിടെയും മെക്കാനിസം സെയിം തന്നെയാണ്, അളക്കുന്നത് പ്രഷറാണ്. തെർമോഗ്രാഫ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ടെമ്പറേച്ചർ അളക്കുന്നത്. ഡൈൻസ് പ്രഷർ ട്യൂബ് അനിമോഗ്രാം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വിൻഡ് അളക്കുന്നത്. ഇവിടെ നിങ്ങൾ കാണുന്ന പോലെ
മുകളിൽ കാണുന്നതാണ് വിൻഡ് സ്പീഡ്, താഴെ കാണുന്ന ഗ്രാഫാണ് വിൻഡ് ഡയറക്ഷൻ. അപ്പൊ ഇതുവഴി നമുക്ക് ഏറ്റവും അധികം കാറ്റിന്റെ വേഗത ഏത് സമയത്താണ് ഏറ്റവും അധികമായിരുന്നത്, ആ സമയത്തുള്ള കാറ്റിന്റെ ദിശ ഏതാണ് എന്നെല്ലാം നമുക്ക് ഇതുവഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ എന്താണ് ഈ സ്വയം നിയന്ത്രിത കാലാവസ്ഥ കേന്ദ്രം കൊണ്ട് മീൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ ആവശ്യകത എന്നൊക്കെയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഈ നിരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു കാലാവസ്ഥ കേന്ദ്രത്തെയാണ് നമ്മൾ സ്വയം നിയന്ത്രിത കാലാവസ്ഥ കേന്ദ്രം എന്നറിയപ്പെടുന്നത്. ഈ പിക്ചറിൽ കാണുന്നതാണ് ഒരു AWS ടിപ്പിക്കൽ ഒരു സ്ട്രക്ചർ. അപ്പൊ ഒരു AWS ARGയുടെ ആവശ്യകത എന്താണെന്നാണ് നമ്മൾ ഇനി അറിയാൻ പോകുന്നത്. വർദ്ധിപ്പിക്കാനും, അതായത് നമുക്കിപ്പോ സാധാരണ ഒബ്സർവേറ്ററിയിൽ കിട്ടുന്ന ഒബ്സർവേഷൻ വളരെ പരിമിതമാണ്. ഒരു 8 മണിക്കൂർ ഒബ്സർവേഷൻ, 8 ടൈമിലുള്ള ഒബ്സർവേഷൻ നമുക്ക് ലഭിക്കുന്നത്. അത് 3 മണിക്കൂർ ഇടവിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം അത്രയും നമുക്ക് എപ്പോഴും ഒരു ഫോർകാസ്റ്റിന് വേണ്ടിയായാലും നമുക്ക് മാക്സിമം ഡേറ്റയാണ് നമുക്ക് ആവശ്യം. അപ്പം ഒരു AWS അല്ലെങ്കിൽ ഒരു ARG പലയിടങ്ങളിൽ സ്ഥാപിക്കുമ്പോൾ നമുക്ക് ആ ഓരോ സ്ഥലത്തെയും നമ്മള് വെതർ നമുക്ക് ലഭിക്കുകയാണ്, ഡേറ്റ നമുക്ക് ലഭിക്കുകയാണ്. അതാണ് മെയിൻ പർപ്പസ്. പിന്നെ ചില സ്ഥലങ്ങളിൽ നമുക്ക് മാനുവലി ഡേറ്റ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ AWS ARG സ്ഥാപിക്കുകയും അതിൽ നിന്നും ഡേറ്റ റിട്രീവ് ചെയ്യുകയും ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ പോലെ സാധാരണ ഒരു ഒബ്സർവേറ്ററിയിൽ നമുക്ക് ലഭിക്കുന്നത് 3 മണിക്കൂർ ഇടവിട്ടുള്ള 8 ഒബ്സർവേഷനാണ്. രാവിലെ 2:30 മുതൽ രാത്രി 11:30 വരെയാണ് നമ്മൾ ഒബ്സർവേഷനുകൾ 3 മണിക്കൂർ ഇടവിട്ട് എടുക്കാറ്. എന്നാൽ നമുക്ക് AWS ഇൻസ്റ്റന്റേനിയസ് ആയിട്ടുള്ള ടെമ്പറേച്ചറും എല്ലാ ഘടകങ്ങളുടെയും അളവുകൾ നമുക്ക് ലഭിക്കും. നമുക്ക് സൈറ്റ് മുഖാന്തരം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു AWS അല്ലെങ്കിൽ ഒരു ARG നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഡേറ്റ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഒരു AWS ARGയുടെ മെയിൻ വർക്ക്. ഇനി AWSന്റെ ചരിത്രം. IMDയിൽ 1980-കൾ മുതൽ AWS ഉണ്ട്. പക്ഷേ അതിന്റെ പേര് DCP എന്ന ഒരു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്, ഡേറ്റ കളക്ഷൻ പ്ലാറ്റ്ഫോം. അത് കഴിഞ്ഞ് 1990-കളിൽ അത് അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടു. DCP പിന്നെ AWS എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങി. 1980-കളിൽ തന്നെ ഉണ്ടായിരുന്ന സാങ്കേതിക വിദ്യകൾ കാലഹരണപ്പെട്ടപ്പോൾ US നിന്നും 15ഓളം സുട്രോൺ നിർമ്മിത AWSകൾ ഇറക്കുമതി ചെയ്യുകയും അതിൽ 14 എണ്ണം 1997 തന്നെ സ്ഥാപിക്കുകയും ചെയ്തു. അപ്പൊ 1997 സ്ഥാപിക്കപ്പെട്ട 14 എണ്ണത്തിൽ 2 എണ്ണം കേരളത്തിലാണ്, കണ്ണൂരും 1 തിരുവനന്തപുരത്തും. പിന്നീട് 125 AWSകൾ 2004 സ്ഥാപിക്കുകയും അത് പിന്നെ 2006-2007 കമ്മീഷൻ ചെയ്യപ്പെടുകയും ചെയ്തു. പിന്നെ 2007-2008 വർഷങ്ങളിൽ സിക്ക കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിൽ നമ്മൾ മോഡേണൈസേഷൻ വരുത്തി ഈ നിലവിലുണ്ടായ AWSകളെയൊക്കെ അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടു. പിന്നീട് 2009-12 കാലഘട്ടങ്ങളിൽ നമ്മൾ 550 AWSകളാണ് ഇൻസ്റ്റാൾ ചെയ്തത്, 1350 ARGs. ഇപ്പോൾ നിലവിൽ ഇന്ത്യയിൽ ഒട്ടാകെ 1726 AWSകളും 1381 ARGകളും ഉണ്ട്. അതിൽ കേരളത്തിൽ 27 AWSഉം 23 ARGയുമാണ് ഇപ്പൊ നിലവിലുള്ളത്. ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞ 1997-98 കാലങ്ങളിൽ ആദ്യം 14 AWS ഇൻസ്റ്റാൾ ചെയ്തതിൽ നമുക്ക് കേരളത്തിൽ ട്രിവാൻഡ്രത്തും കണ്ണൂരുമാണ് 2 സ്റ്റേഷനുകൾ ഉണ്ടായിരുന്നത്. ഇനി ഒരു AWS ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമായ സ്ഥലം അല്ലെങ്കിൽ എന്തൊക്കെ ഘടകങ്ങളാണ് മുൻനിർത്തിയാണ് നമ്മൾ ഒരു AWS ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത്. നമ്മളൊരു AWS ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമായുള്ള ഏരിയ 15x12 മീറ്റർ വിസ്തീർണമുള്ള ഒരു സ്ഥലമാണ്. അവിടെ വലിയ മരങ്ങളോ കെട്ടിടങ്ങളോ ഒന്നും തന്നെ പാടില്ല. വലിയ മരങ്ങളോ കെട്ടിടങ്ങളോ ഉണ്ടായാൽ നമുക്ക് ഈ AWS സൈറ്റിന് ഒബ്സ്ട്രക്ഷൻ ആവുകയും
നമ്മളെ ഡേറ്റ കളക്ഷന് ബുദ്ധിമുട്ടാകുകയും ചെയ്യും. ചില സാഹചര്യങ്ങളിൽ നമുക്ക് 15x12 മീറ്റർ വിസ്തീർണം കിട്ടാതെ വരുമ്പോൾ നമ്മൾ 10x10 മീറ്റർ വിസ്തീർണമുള്ള സ്ഥലമാണ് നമ്മൾ ഉപയോഗിക്കാറ്. ഒരു ARGക്ക് വേണ്ടത് 5x7 മീറ്റർ വിസ്തീർണമുള്ള ഒരു സ്ഥലമാണ്. അതേസമയം ഒരു അഗ്രോ AWSന് വേണ്ടത് ഒരു 15x15 മീറ്റർ വിസ്തീർണമുള്ള ഒരു ഏരിയ ആണ്. ഇവിടെയൊക്കെ ഇൻ കേസ് നമുക്കൊരു ഒബ്സ്റ്റക്കിൾ ഉണ്ടെങ്കിൽ, അതായത് ഒരു വലിയ മരമോ വലിയ കെട്ടിടമോ ഉണ്ടെങ്കിൽ, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ മരത്തിന്റെ നീളത്തിന്റെ 10 മടങ്ങ് ദൂരത്തിലായിരിക്കണം നമ്മൾ ഒരു AWS സ്ഥാപിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഒബ്സർവേഷൻസ് കറക്റ്റ് ആയിരിക്കത്തുള്ളൂ. ഒബ്സ്റ്റക്കിൾസ് ഒന്നും കൂടാതെ മഴയുടെ അളവും കാറ്റിന്റെ ദിശയും എല്ലാം, മരങ്ങൾ ഉണ്ടെങ്കിൽ അത് മരങ്ങൾ കാരണം നമുക്ക് ആ വാല്യൂസ് ഒന്നും കറക്റ്റായി കിട്ടണമെന്നില്ല. അപ്പോൾ ഈ കണ്ടീഷൻ ഫോളോ ചെയ്താണ് നമ്മൾ ഒരു AWS ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇനി ഒരു AWS അല്ലെങ്കിൽ ARGയിൽ നമ്മൾ നിരീക്ഷിക്കുന്ന പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്? എയർ ടെമ്പറേച്ചർ, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, അറ്റ്മോസ്ഫിയറിക് പ്രഷർ, റെയിൻഫോൾ, വിൻഡ് സ്പീഡ്, വിൻഡ് ഡയറക്ഷൻ, ഗ്ലോബൽ സോളാർ റേഡിയേഷൻ, സോയിൽ ടെമ്പറേച്ചർ, സോയിൽ മോയ്സ്ചർ എന്നിവയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു AWSൽ സ്ഥാപിക്കേണ്ട അടിസ്ഥാന ഉയരവും ഇതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വഴിയെ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കാം. ഇതാണ് ഒരു ടിപ്പിക്കൽ AWS. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഈ മാസ്റ്റിന്റെ മുകളിലാണ് നമ്മൾ വിൻഡ് സെൻസർ സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് സോളാർ പാനൽ, ഇത് ആന്റിന, RF ഫ്രീക്വൻസി ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ആന്റിനയാണ്. ഇത് ഡേറ്റാ ലോഗറും പ്രഷർ സെൻസറും എല്ലാം ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ബോക്സ് ആണ്, നിമ എൻക്ലോഷർ എന്ന് പറയും. ഇതാണ് നമ്മുടെ റെയിൻ ഗേജ് സിസ്റ്റം, മഴ അളക്കാനുള്ള സിസ്റ്റം. ഈ ചെറിയ ഒരു വൈറ്റ് സിലിണ്ടർ കാണുന്നുണ്ട്, ഇതാണ് നമ്മുടെ ടെമ്പറേച്ചർ തെർമിസ്റ്റർ അളക്കാനുള്ള സിസ്റ്റം. ഇതൊരു ടിപ്പിക്കൽ ARG ആണ്. ഇതിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും AWS തമ്മിൽ നോക്കുമ്പോഴത്തേക്കും ഇതിന് ഉയരം കുറവാണ്. കാരണം ഇതിൽ നമുക്ക് വിൻഡ് സെൻസർ യൂസ് ചെയ്യുന്നില്ല. ഇത് നമുക്ക് യൂസ് ചെയ്യുന്നത് ബാക്കിയെല്ലാം ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. വിൻഡ് സെൻസർ ഒഴികെ ബാക്കിയെല്ലാം ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് മാസ്റ്റിന്റെ ഹൈറ്റ് 2.5 മീറ്റർ മാത്രമേ ഉള്ളൂ. ഇവിടെയാണ് നമ്മൾ റെയിൻ ഗേജ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ്. ഇനി നമുക്ക് ഒരു AWS അല്ലെങ്കിൽ ARGയിൽ എന്തെല്ലാം ആണ് അടങ്ങിയിരിക്കുന്നത്, എന്തെല്ലാം ഘടകങ്ങൾ ആണ് അടങ്ങിയിരിക്കുന്നതാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഒരു റേഡിയേഷൻ സെൻസർ ഉണ്ടാവും, അതായത് നമ്മുടെ സൂര്യകിരണങ്ങൾ അളക്കാൻ, അതിന്റെ റേഡിയേഷൻ അളക്കാൻ വേണ്ടിയുള്ള ഒരു റേഡിയേഷൻ സെൻസർ, പൈറാനോമീറ്റർ എന്ന പേരിൽ അറിയപ്പെടുന്ന സെൻസർ ഉണ്ടാവും. ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും അളക്കാൻ വേണ്ടിയുള്ള ഒരു ATRH റേഡിയേഷൻ ഷീൽഡും അതിന്റെ സംബന്ധമായ ടെമ്പറേച്ചർ സെൻസറും ഹ്യൂമിഡിറ്റി സെൻസറും ഉണ്ടാവും. പിന്നെ ഒരു അൾട്രാസോണിക് വിൻഡ് സെൻസർ, കാറ്റിന്റെ വേഗതയും ദിശയും അളക്കാൻ വേണ്ടിയുള്ള ഒരു വിൻഡ് സെൻസർ ഉണ്ടാവും. പിന്നെ മണ്ണിന്റെ ഈർപ്പവും താപനിലയും അളക്കുന്ന 2 ഇൻസ്ട്രുമെന്റ്, സോയിൽ ടെമ്പറേച്ചറും സോയിൽ മോയ്സ്ചറും അളക്കുന്ന 2 ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടായിരിക്കും. ഒരു റെയിൻ ഗേജ് ഉണ്ടായിരിക്കും. റെയിൻ ഗേജിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജി ടിപ്പിംഗ് ബക്കറ്റ് റെയിൻ ഗേജ് സിസ്റ്റം ആണ്. പിന്നെ ഒരു ലീഫ് വെറ്റ്നെസ് സെൻസർ, അതായത് ഒരു ഇലയിൽ തങ്ങി നിൽക്കുന്ന ഈർപ്പത്തിന്റെ അംശം അളക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ലീഫ് വെറ്റ്നെസ് സെൻസർ. അതുപോലെ ഇലയുടെ പ്രതലത്തിലുള്ള താപനില അളക്കുന്ന ഒരു സെൻസറാണ് ലീഫ് ടെമ്പറേച്ചർ സെൻസർ. അപ്പൊ ഇവയെല്ലാമാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ആദ്യമായി അന്തരീക്ഷ താപനിലയും ആപേക്ഷിക ആർദ്രതയും. അപ്പോൾ അന്തരീക്ഷ താപനില, എയർ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാനായി ഇവിടെ യൂസ് ചെയ്യുന്നത് PT100 എന്നൊരു സെൻസിങ് എലമെന്റ് ആണ്. PT100 സെൻസിങ് എലമെന്റ് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് 0 ഡിഗ്രി സെൽഷ്യസിൽ 100 ഓം റെസിസ്റ്റൻസ് ആണ് നമുക്ക് തരുന്നത്. അതായത് നമ്മുടെ റെസിസ്റ്റൻസ് കൂടുന്തോറും നമുക്ക് മനസ്സിലാക്കാം ടെമ്പറേച്ചർ കൂടുന്തോറും റെസിസ്റ്റൻസ് കൂടുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ടെമ്പറേച്ചർ കമ്പ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ റെസിസ്റ്റൻസ് വാല്യൂവിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ടെമ്പറേച്ചർ കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഇനി ആപേക്ഷിക ആർദ്രത, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി നമ്മൾ കണ്ടുപിടിക്കുന്നത് ഒരു കപ്പാസിറ്റീവ് സെൻസർ യൂസ് ചെയ്തിട്ടാണ്. കപ്പാസിറ്റീവ് സെൻസറിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ
കപ്പാസിറ്ററിന്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് എപ്പോഴും റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ആപേക്ഷിക ആർദ്രത കൂടുന്തോറും അത് വർദ്ധിക്കും. അപ്പം ഡയലക്ട്രിക് കോൺസ്റ്റന്റിന്റെ വ്യതിയാനം അല്ലെങ്കിൽ അതിന്റെ വ്യത്യാസം മനസ്സിലാക്കിയാണ് നമ്മൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഇതിലെല്ലാം ഡിജിറ്റൽ പൾസ് ആണ് നമുക്ക് ഔട്ട്പുട്ട് ചെയ്യുന്നത്. അപ്പം 0 to 1 വോൾട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് കറസ്പോണ്ടിങ് ടു 0 to 100% ഹ്യൂമിഡിറ്റി ആണ്. അതായത് 0 എന്ന് പറയുന്നത് ഇവിടെ 0 ഹ്യൂമിഡിറ്റി, 1 എന്ന് ഉദ്ദേശിക്കുന്നത് 100% ഹ്യൂമിഡിറ്റി. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള ഡെസിമൽസ് ആണ് നമ്മൾ ഓരോ ഹ്യൂമിഡിറ്റിയുടെ ഓരോ പെർസെന്റേജ് ആയിട്ട് കണക്കാക്കുന്നത്. ഇനി ഈ രണ്ട് സെൻസേഴ്സും എയർ ടെമ്പറേച്ചറിനുള്ള PT100 പ്ലാറ്റിനം 100 സെൻസറും നമ്മുടെ കപ്പാസിറ്റീവ് സെൻസറും നമ്മൾ ഒരു സിലിണ്ടറിക്കൽ റോഡിനുള്ളിൽ സിലിണ്ടറിക്കൽ മെറ്റാലിക് പ്ലാസ്റ്റിക് ട്യൂബിനുള്ളിലാണ് നമ്മൾ ഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ കാണുന്ന നമുക്ക് മനസ്സിലാവും. ഈ നടുക്കത്തെ ഇമേജിൽ ഈ കാണുന്നതാണ് ടെമ്പറേച്ചർ സെൻസർ, ഇതാണ് കപ്പാസിറ്റി സെൻസർ, ഹ്യൂമിഡിറ്റി അളക്കാൻ വേണ്ടിയുള്ളത്. അപ്പൊ ഇത് രണ്ടും നമ്മൾ ഈ ഒരു റോഡിനുള്ളിലാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഈ കംപ്ലീറ്റ് സ്ട്രക്ചറിനെ നമ്മൾ ഒരു റേഡിയേഷൻ ഷീൽഡിനുള്ളിൽ ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. ഈ റേഡിയേഷൻ ഷീൽഡിന്റെ ഉപയോഗം എന്ന് വെച്ചാൽ നമ്മൾ സോളാർ റേഡിയേഷൻ ഡയറക്റ്റ് ആയിട്ട് ഇതിൽ പതിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു സ്ട്രക്ചർ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ അറ്റ്മോസ്ഫിയറിൽ നമുക്ക് അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയാണ് നമുക്ക് അളക്കേണ്ടത്. അപ്പോൾ ഇത് അതിന് സഹായിക്കും. നമ്മൾ നേരത്തെ കണ്ട വിൻസ്ക്രീനിന്റെ അതേ സ്ട്രക്ചറാണ് ഈ റേഡിയേഷൻ ഷീൽഡിനും ഉള്ളത്. സ്റ്റീഫൻസൺ സ്ക്രീനിന്റെ അതേ സ്ട്രക്ചറാണ് റേഡിയേഷൻ ഷീൽഡിനുള്ളത്. ഇനി നമ്മൾ അടുത്ത കാണാൻ പോകുന്നത് ടിപ്പിംഗ് ബക്കറ്റ് റെയിൻ ഗേജ്. മഴ അളക്കാൻ വേണ്ടിയുള്ളൊരു യന്ത്രമാണ് ടിപ്പിംഗ് ബക്കറ്റ് റെയിൻ ഗേജ്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ, അലുമിനിയം അല്ലെങ്കിൽ ഒരു FRP സ്ട്രക്ചർ യൂസ് ചെയ്തിട്ടാണ്. FRP എന്ന് പറയുമ്പോൾ ഫൈബർ റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക്. അപ്പം ഇതിൽ അടങ്ങിയിരിക്കുന്ന എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു സിലിണ്ടറിക്കൽ സ്ട്രക്ചർ കാണും. ഈ കാണുന്ന ഇമേജിൽ കാണുന്ന ഒരു സിലിണ്ടറിക്കൽ സ്ട്രക്ചർ കാണും. ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ ഈ ഒരു ടിപ്പിംഗ് ബക്കറ്റ് സിസ്റ്റം വെച്ചിരിക്കുന്നത്. അപ്പോൾ മഴവെള്ളം നമ്മൾ ഈ സിലിണ്ടർ വഴിയാണ് നമ്മൾ സംഭരിക്കുന്നത്. ഇതിന്റെ വാവട്ടം എന്ന് പറയുന്നത് 200 സെന്റിമീറ്റർ ഡയമീറ്റർ ഉള്ളൊരു സർക്കുലർ ഒരു ദ്വാരമാണ്. അപ്പൊ ഇതിലൂടെ മഴവെള്ളം സംഭരിച്ച് അതിനെ ഫിൽട്ടർ ചെയ്ത് നമ്മൾ ഈ ഒരു സിസ്റ്റത്തിലാണ് എത്തിക്കുന്നത്. അപ്പം ഇതിലെത്തുമ്പോൾ നമ്മൾ ഇവിടെ രണ്ട് ബക്കറ്റ്സ്, ഒരു കളക്ടേഴ്സ് കാണാം, ഇവിടെയും കാണാം, ഈ രണ്ട് സൈഡിലും കാണാം. ആദ്യം വെള്ളം വന്ന് വീഴുമ്പോൾ ഇതിൽ ഒരു പർട്ടിക്കുലർ എമൗണ്ട് വെള്ളം എത്തിക്കഴിയുമ്പോൾ ഇത് ഒരു സൈഡിലേക്ക് ടിൽറ്റ് ചെയ്യും. അപ്പോൾ ഈ ടിൽറ്റിംഗ് പ്രോസസ്സിൽ നടക്കുന്നത് ഈ സീസോ സ്ട്രക്ചറിൽ ഇരിക്കുന്ന ഈ സ്ട്രക്ചറിന് അടുക്കായിട്ട് ഒരു റോഡ് ഉണ്ട്, അതൊരു മാഗ്നറ്റ് ആണ്. ഈ മാഗ്നറ്റ് ഒരു മെർക്കുറി സ്വിച്ചിന്റെ സൈഡിൽ കൂടി ഇത് പാസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഡിജിറ്റൽ പൾസ് പാസ് ആവുകയാണ്. അപ്പോൾ അങ്ങനെ ഡിജിറ്റൽ പൾസ് പാസ് ആകുമ്പോൾ നമുക്ക് അവിടെ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് റെയിൻ അവിടെ ലഭിച്ചു എന്നുള്ള പൾസ് നമുക്ക് കിട്ടുകയാണ്. അപ്പം ഈ ഒരു സൈഡ് നമുക്ക് ടിൽറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ളത് 0.5 mm മഴയാണ്. അപ്പം ഒരു ഡിജിറ്റൽ പൾസ് നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് വ്യക്തമാണ് 0.5 മഴ നമുക്ക് ലഭിച്ചു. അങ്ങനെയാണ് ഇത് മഴ അളക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു ചോദ്യം വരാം, 0.5 mm എന്ന് പറഞ്ഞാൽ എത്ര വോളിയം വെള്ളമാണ് അതിൽ കൊള്ളുന്നത്? അപ്പൊ നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ഡയമീറ്റർ 200 മില്ലിമീറ്റർ അല്ലെങ്കിൽ 20 സെന്റിമീറ്റർ. അപ്പം ഈ സർക്കുലർ അപ്പർച്ചറിന്റെ റേഡിയസ് ഏരിയ എന്ന് പറയുന്നത് π × r × r, π × 10 × 10 πr². അപ്പം നമുക്ക് അതിന്റെ ഏരിയ കിട്ടും. ഇനി വോളിയം കണ്ടുപിടിക്കാൻ നമുക്ക് ഈ സിലിണ്ടറിന്റെ ഹൈറ്റ് വേണം. സിലിണ്ടറിന്റെ ഹൈറ്റില്ല, നമുക്ക് എത്ര മഴയാണോ തങ്ങി നിൽക്കുന്നത് അതിന് ആ കറസ്പോണ്ടിങ് ഹൈറ്റ്, അതായത് 0.5 mm ആണ് നമുക്ക് ഹൈറ്റ്. അപ്പം സിലിണ്ടറിന്റെ ഏരിയയുടെ ഇക്വേഷൻ πr²h, π × r × r × h. h എന്ന് പറയുന്നത് 0.05 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് 15.7 സെന്റിമീറ്റർ ക്യൂബ് എന്ന വാല്യൂ കിട്ടും. അപ്പോൾ ശരിക്കും 15.7 സെന്റിമീറ്റർ ക്യൂബ് മഴ ഈ ദ്വാരത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് ഒരു ടിൽറ്റ് സംഭവിക്കുന്നത്, അതായത് 0.5 mm റെയിൻ റെക്കോർഡ് ആവുന്നത്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ടിൽറ്റ് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 0.5 mm റെക്കോർഡ് ആവുകയും അങ്ങനെയാണ് ഒരു ARG അല്ലെങ്കിൽ ഒരു ടിപ്പിംഗ് ബക്കറ്റ് റെയിൻ ഗേജ് നമുക്ക് മഴയുടെ അളവ് തരികയും ചെയ്യുന്നത്. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് അൾട്രാസോണിക് ഗിൽ വിൻഡ് സെൻസർ ആണ്. ഈ വിൻഡ് സെൻസർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കാറ്റിന്റെ വേഗതയും ദിശയും അളക്കുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്
ട്രാൻസ്ഡ്യൂസറുകളാണ്. 4 ട്രാൻസ്ഡ്യൂസറുകളാണ് നമ്മൾ ഒരു വിൻഡ് സെൻസർ, അൾട്രാസോണിക് വിൻഡ് സെൻസറുകളിൽ ഉപയോഗിക്കുന്നത്. ഇവിടെ ഒരു അൾട്രാസോണിക് പൾസ് ഒരു ട്രാൻസ്ഡ്യൂസറിൽ നിന്നും, ഒരു നോർത്തേൺ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു ട്രാൻസ്ഡ്യൂസറിൽ നിന്നും സദേൺ പൊസിഷനിൽ ഇരിക്കുന്ന ട്രാൻസ്ഡ്യൂസറിലേക്ക് നമ്മൾ ഒരു അൾട്രാസോണിക് പൾസ് പാസ് ചെയ്യുകയും അത് എത്താൻ എടുക്കുന്ന സമയം നമ്മൾ കമ്പയർ ചെയ്താണ് നമ്മൾ വിൻഡ് ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാനൊരു നോർത്തേൺ ട്രാൻസ്ഡ്യൂസറിൽ നിന്ന് സദേൺ ട്രാൻസ്ഡ്യൂസറിലേക്ക് ഒരു പൾസ് പാസ് ചെയ്തു. അതേസമയം സദേൺ ട്രാൻസ്ഡ്യൂസറിൽ നിന്ന് തിരിച്ചും ഒരു പൾസ് നോർത്തേൺ ട്രാൻസ്ഡ്യൂസറിലേക്ക് പാസ് ചെയ്തു. അപ്പൊ ഇത് തമ്മിൽ എടുക്കുന്ന സമയത്തിന്റെ വ്യത്യാസം കണക്കാക്കും. അപ്പം ടൈം കുറവാണ് എടുക്കുന്നതെങ്കിൽ അവിടെ സ്പീഡ് കൂടുതലാണെന്ന് അർത്ഥം. അങ്ങനെ നമുക്ക് മനസ്സിലാവും ഏത് ദിശയിൽ നിന്നാണ് കാറ്റ് വീശുന്നതെന്ന്. ഇപ്പം നോർത്ത് ടു സൗത്ത് ആണ് കാറ്റ് വീശുന്നെങ്കിൽ വേഗത്തിലായിരിക്കും ആ പൾസ് നോർത്ത് സൗത്തിലേക്ക് എത്തുക. അപ്പൊ നമുക്ക് മനസ്സിലാവും കാറ്റ് വീശുന്നത് നോർത്ത് ടു സൗത്ത് ആയിരിക്കും. അപ്പൊ ഇതേപോലെ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ നോർത്ത് സൗത്തും സൗത്ത് നോർത്തും ഈസ്റ്റ് വെസ്റ്റും വെസ്റ്റ് ഈസ്റ്റും ഈ 4 പോസിബിലിറ്റി നമ്മൾ കമ്പയർ ചെയ്തിട്ടാണ് വിൻഡിന്റെ ദിശ മനസ്സിലാക്കുന്നത്. ഇനി വിൻഡിന്റെ വേഗത മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റ് തിയറി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വിൻഡിന്റെ വേഗത മനസ്സിലാക്കുന്നത്. ഇവിടെ ഈ ഇക്വേഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. T1 = L/c-v. ഇത് സിമ്പിൾ ഇക്വേഷൻ ആണ്. ടൈം = ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഇവിടെ റിലേറ്റീവ് വെലോസിറ്റി ആണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. T1 എന്ന് പറയുന്നത് ട്രാൻസിറ്റ് ടൈം ഓഫ് അൾട്രാസൗണ്ട് ഇൻ വൺ ഡയറക്ഷൻ. ഒരു ദിശയിലുള്ള അൾട്രാസൗണ്ട് എടുക്കുന്ന ടൈമിനാണ് T1 എന്ന് സൂചിപ്പിക്കുന്നത്. T2 എന്ന് പറയുന്നത് എതിർ ദിശയിലുള്ള അൾട്രാസൗണ്ട് എടുക്കുന്ന ടൈം. അതെന്ന് പറയുന്നത് L എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ട്രാൻസ്ഡ്യൂസർ സ്പേസസ്, 2 ട്രാൻസ്ഡ്യൂസർ തമ്മിലുള്ള അകലം. C എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് സൗണ്ട്. V എന്ന് പറയുന്നത് നമുക്ക് അളക്കാൻ ആവശ്യമുള്ള കാറ്റിന്റെ വേഗത. അപ്പൊ ഈ 2 ഇക്വേഷനും കമ്പൈൻ ചെയ്തുകൊണ്ട് നമുക്ക് കാറ്റിന്റെ വേഗത ഇക്വേഷൻ കിട്ടും. L/2 × 1/T1 - 1/T2. അപ്പോൾ ഇതിൽ നിന്നുമാണ് നമ്മൾ കാറ്റിന്റെ വേഗത ഒരു അൾട്രാസോണിക് വിൻഡ് സെൻസർ കണക്കാക്കുന്നത്. ഇനി ഈ അൾട്രാസോണിക് വിൻഡ് സെൻസർ നമ്മളൊരു നേരത്തെ കണ്ട ഇമേജിൽ നമുക്ക് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതിൽ നമ്മൾ ഏറ്റവും മുകളിലാണ് നമ്മളൊരു അൾട്രാസോണിക് വിൻഡ് സെൻസർ. ഈ ഇമേജിൽ വ്യക്തമല്ല, ഏറ്റവും മുകളിലാണ് ഒരു അൾട്രാസോണിക് വിൻഡ് സെൻസർ നമ്മൾ ഘടിപ്പിക്കുന്നത്. അപ്പം അൾട്രാസോണിക് വിൻഡ് സെൻസർ ഘടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അൾട്രാസോണിക് വിൻഡ് സെൻസറിൽ ഒരു ആരോ മാർക്ക് ഉണ്ട്. ഏകദേശം ഇവിടെ ആയിട്ട് ഒരു റെഡ് ആരോ മാർക്ക് ഉണ്ട്. ആരോ മാർക്ക് സൂചിപ്പിക്കുന്നത് നോർത്തേൺ ഡയറക്ഷനിലേക്ക് പോയിന്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് മാഗ്നറ്റിക് കോമ്പസ് യൂസ് ചെയ്ത് നമ്മൾ നോർത്തേൺ ഡയറക്ഷൻ കണ്ടുപിടിച്ചിട്ട് ആ ഡയറക്ഷന് നേരെയാണ് ആ ആരോ പോയിന്റ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് നമ്മൾ ഈ അൾട്രാസോണിക് വിൻഡ് സെൻസർ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അടുത്തായി നമ്മൾ കാണാൻ പോകുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ അളക്കാനുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഇത് സോളിഡ് സ്റ്റേറ്റ് പ്രഷർ ട്രാൻസ്ഡ്യൂസർ ആണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജി പീസോ ഇലക്ട്രിക് എഫക്റ്റ് ആണ്. പീസോ ഇലക്ട്രിക് എഫക്റ്റ് എന്തെന്നാൽ, നമ്മളൊരു മെക്കാനിക്കൽ സ്ട്രെസ് കൊടുക്കുമ്പോൾ ചില ക്രിസ്റ്റൽസ് ഒരു പ്രൊപ്പോർഷണൽ വോൾട്ടേജ് ജനറേറ്റ് ചെയ്യും. അതാണ് പീസോ ഇലക്ട്രിക് എഫക്റ്റ്. അപ്പോൾ അങ്ങനെയാണ് പ്രഷർ മെഷർ ചെയ്യുന്നത്. അപ്പം ഇവിടുത്തെ കേസിൽ നമ്മൾ ഒരു പർട്ടിക്കുലർ സ്റ്റേഷനിൽ അതായത് ഡേറ്റം പ്രഷർ ഉണ്ട്, അതായത് അതിന്റെ കറസ്പോണ്ടിങ് ഡേറ്റം പ്രഷർ കാണും. ഈ ഡേറ്റം പ്രഷർ നമ്മൾ ഓൾറെഡി AWSകളിലും എർത്ത് സ്റ്റേഷനുകളിലും നമ്മൾ ഓൾറെഡി ഫീഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്താണ് എർത്ത് സ്റ്റേഷൻ ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പം ഈ ഫീഡ് ചെയ്ത ഡേറ്റ ഓൾറെഡി അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ആദ്യം ഈ AWS ഈ ഡേറ്റ അയക്കുമ്പോൾ നമ്മൾ ഈ ഡേറ്റം പ്രഷറും നേരത്തെ ഈ പീസോ ഇലക്ട്രിക് എഫക്റ്റ് യൂസ് ചെയ്ത് കിട്ടിയ വോൾട്ടേജിൽ നിന്ന് നമുക്ക് SLP കണ്ടുപിടിക്കാൻ സാധിക്കും, സ്റ്റേഷൻ ലെവൽ പ്രഷർ. അപ്പൊ ഈ സ്റ്റേഷൻ ലെവൽ പ്രഷറും ഡേറ്റം പ്രഷറും തമ്മിലുള്ള ഡിഫറൻസ് എടുത്തിട്ടാണ് ഈ AWS കോഡ് ചെയ്ത് അയക്കുന്നത്. അപ്പോൾ ഈ കോഡ് ചെയ്ത് അയക്കുന്ന ഡേറ്റ എർത്ത് സ്റ്റേഷനിൽ കിട്ടുമ്പോൾ അത് തിരിച്ച് ഡീകോഡ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഡേറ്റം പ്രഷറിനെ സബ്ട്രാക്ട് ചെയ്യാണ് ചെയ്തത്, എർത്ത് സ്റ്റേഷനിൽ വീണ്ടും ആ ഡേറ്റം പ്രഷറിനെ ആഡ് ചെയ്യും. അപ്പോൾ തിരിച്ച് നമുക്ക് സ്റ്റേഷൻ ലെവൽ പ്രഷർ ലഭിക്കാറാണ് ചെയ്യുക. അപ്പൊ അങ്ങനെയാണ് സ്റ്റേഷൻ ലെവൽ പ്രഷർ നമ്മൾ റിസീവിങ് എർത്ത് സ്റ്റേഷനിൽ കിട്ടുന്നത്. ഇനി ഇതിൽ നിന്ന് മീൻ സീ ലെവൽ പ്രഷർ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് സ്റ്റേഷൻ ലെവൽ പ്രഷറും എയർ ടെമ്പറേച്ചറും ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഫോർമുല യൂസ് ചെയ്ത് നമുക്ക് മീൻ സീ ലെവൽ പ്രഷർ കണ്ടുപിടിക്കാവുന്നതാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഇൻസ്ട്രുമെന്റ് ആണ് പൈറാനോമീറ്റർ. ഇത്
സോളാർ റേഡിയേഷൻ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ്. ഇതിൽ യൂസ് ചെയ്യുന്ന സെൻസസ് സിലിക്കൺ ഫോട്ടോവോൾട്ടൈക് ഡിറ്റക്ടർ ആണ്. ഇത് സെൻസ് ചെയ്യുന്നത് നമ്മുടെ സൂര്യനിൽ നിന്നും വരുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ആണ്. അപ്പൊ എത്രമാത്രം റേഡിയേഷന്റെ അളവാണ് നമുക്ക് ഇതിൽ കൂടി സെൻസ് ചെയ്യാൻ കഴിയുന്നത്. പിന്നെ ഇതുവഴി നമുക്ക് ഒരു ടോട്ടൽ ബ്രൈറ്റ് സൺഷൈൻ എത്ര സമയം ഉണ്ടായിരുന്നു എന്നും കണ്ടുപിടിക്കാൻ സാധിക്കും. അതായത് ഒരു സോളാർ റേഡിയേഷന്റെ വാല്യൂ നമ്മൾ ഈ ഇൻസ്ട്രുമെന്റ് കണ്ടുപിടിക്കുന്ന വാല്യൂ 200 വാട്ട് പെർ മീറ്റർ സ്ക്വയറിനും അധികമാണെങ്കിൽ നമ്മൾ അതിനെ ബ്രൈറ്റ് സൺഷൈൻ എന്ന് പറയപ്പെടുന്നത്. അപ്പൊ എത്ര സമയമാണ് ആ 200 വാട്ട് പെർ മീറ്റർ സ്ക്വയറിന് അധികം ഈ വാല്യൂ ഉണ്ടായിരുന്നത് എന്ന് കണക്കെടുത്തിട്ടാണ് നമ്മളൊരു ബ്രൈറ്റ് സൺഷൈന്റെ ഡ്യൂറേഷൻ അളക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് സോയിൽ ടെമ്പറേച്ചർ അളക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഇവിടെ ഒരു ടെമ്പറേച്ചർ പ്രോബ് കാണും. ഇതാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ടെമ്പറേച്ചർ പ്രോബ്. ഈ പ്രോബ് നമ്മൾ മണ്ണിൽ കുഴിച്ചു വെക്കുകയും ഒരു 5 to 20 സെന്റിമീറ്റർ ഡെപ്തിൽ നമ്മൾ മണ്ണിൽ കുഴിച്ചു വെക്കുകയാണ് പതിവ്. ഇവിടെ ഉപയോഗിക്കുന്ന സെൻസിങ് എലമെന്റ് ഒരു റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഡിറ്റക്ടർ ആണ്. അതായത് റെസിസ്റ്റൻസിന്റെ വ്യതിയാനത്തിൽ നമുക്ക് ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡിറ്റക്ടർ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സോയിൽ മോയ്സ്ചർ സെൻസർ നമ്മുടെ മണ്ണിന്റെ ഈർപ്പം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ ഡയലക്ട്രിക് കോൺസ്റ്റന്റിന്റെ മെഷർമെന്റ് വഴിയാണ് നമുക്ക് മണ്ണിന്റെ ഈർപ്പം കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയിൽ പറഞ്ഞ പോലെ തന്നെ ഡയലക്ട്രിക് കോൺസ്റ്റന്റിന്റെ വാല്യൂ കൂടാതെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കൂടുന്നു, ഡയലക്ട്രിക് കോൺസ്റ്റന്റ് വാല്യൂ കൂടുന്നു പറയുന്ന പോലെ തന്നെ കപ്പാസിറ്ററിന്റെ ആ ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ മോയ്സ്ചറും കണ്ടുപിടിക്കുന്നത്. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്ന ലീഫ് വെറ്റ്നസ് സെൻസർ ആണ്. ഈ ലീഫ് വെറ്റ്നസ് സെൻസർ ഉപയോഗിക്കുന്നത് ഇലയുടെ പ്രതലത്തിലുള്ള മോയ്സ്ചറിന്റെ അളവ് കണ്ടുപിടിക്കാനാണ്. ഇത് ഘടിപ്പിച്ചിരിക്കുന്ന ഹൈറ്റ് ഏകദേശം ഗ്രൗണ്ടിൽ നിന്നും 2 മീറ്റർ ഉയരെ 45 ഡിഗ്രി ടിൽറ്റ് ചെയ്തിട്ടാണ് നമുക്ക് വെച്ചിരിക്കുന്നത്. അതായത് നമുക്ക് കറക്റ്റ് ഒരു ലീഫിന്റെ പൊസിഷൻ, ലീഫ് എങ്ങനെയാണോ നിൽക്കുന്നത് അതേ ഒരു പൊസിഷനിലാണ് നമ്മൾ ഈ സെൻസറും വെച്ചിരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് ലീഫിന്റെ ആ മോയ്സ്ചർ ലെവൽ കണ്ടെത്താൻ സാധിക്കും. ഇനി ലീഫ് ടെമ്പറേച്ചർ സെൻസർ, ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോയിൽ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്ത അതേ ടെക്നോളജി RTD ആണ് സെൻസിങ് എലമെന്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. RTD എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഡിറ്റക്ടർ. അത് യൂസ് ചെയ്തിട്ടാണ് ഒരു ലീഫിന്റെ ടെമ്പറേച്ചർ നമുക്ക് അളക്കാൻ പറ്റുന്നത്. ഇവിടെ ഈ ഇമേജിൽ കാണുന്ന പോലെ ഇതാണ് ഒരു സ്ട്രക്ചർ. അപ്പം ഈ നടുക്കത്തെ ഡോട്ട് അത് ഈ ഇലയുമായിട്ടുള്ള ടെമ്പറേച്ചറുമായിട്ടുള്ള ഈക്വിലിബ്രിയം സ്ഥാപിക്കുകയും നമ്മൾ അതിൽ നിന്നും നമുക്ക് ലീഫിന്റെ ടെമ്പറേച്ചർ അളക്കാൻ സാധിക്കുകയും ചെയ്യും. ഇത് ഘടിപ്പിക്കുന്നത് ഈ ഒരു പീസ്, ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ പീസ് ലീഫിന്റെ താഴെ വെക്കുകയും ഇത് അതിന്റെ മുകളിൽ വെച്ച് മൗണ്ട് ചെയ്യുകയാണ് പതിവ്. ഇതുവരെ കണ്ടതെല്ലാം നമ്മൾ ഓരോ സെൻസേഴ്സും സെൻസിങ് എലമെന്റും എല്ലാമാണ്. അപ്പോൾ ഈ സെൻസിങ് എലമെന്റ് എല്ലാം നമുക്ക് വാല്യൂസ് പാസ് ചെയ്യുന്നത് ഡിജിറ്റൽ പൾസ് ആയിരിക്കും പാസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഡിജിറ്റൽ പൾസ് എല്ലാം നമുക്ക് ഇനി കൺവേർട്ട് ചെയ്ത് ബിറ്റ് ഫോർമാറ്റിലാക്കി ഈ ബിറ്റ് കോഡാണ് നമ്മൾ ഒരു സാറ്റലൈറ്റിലേക്ക് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയാണ് നമുക്ക് ഡേറ്റ ലോഗർ, ഒരു ഇന്റർമീഡിയറ്റ് ഒരു ആൾ വേണം ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി. അതിനാണ് നമുക്ക് ഡേറ്റ ലോഗറിന്റെ ആവശ്യം. ഈ ഡേറ്റ ലോഗറിലാണ് നമ്മൾ ഇതെല്ലാം കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് ട്രാൻസ്മിഷന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത്. അപ്പൊ ഈ പടത്തിൽ കാണുന്നതാണ് ഒരു ഡേറ്റ ലോഗറിന്റെ സ്ട്രക്ചർ. ഇതൊക്കെയാണ് പണ്ട് യൂസ് ചെയ്യുന്ന ഡേറ്റ ലോഗേഴ്സ്. ഇപ്പൊ നമ്മളെ AWSകളിൽ ഇപ്പൊ കാണപ്പെടുന്ന ഡേറ്റ ലോഗർ ഏകദേശം ഇതുപോയിരിക്കും. ഇതിപ്പോൾ തിരുവനന്തപുരത്തെ AWS സ്റ്റേഷനിൽ ഉള്ള ഡേറ്റ ലോഗർ ആണ്. ഇത് അതിന് മുന്നേ ഉണ്ടായിരുന്ന ഡേറ്റ ലോഗർ ബോക്സ് ആണ്. നിമ എൻക്ലോഷർ എന്ന് പറയുന്നത് ഈ ബോക്സ് ആണ്. ഈ ബോക്സിനുള്ളിലാണ് നമ്മൾ AWSന്റെ ബാറ്ററി, അതിന്റെ ഡേറ്റ ലോഗർ, പ്രഷർ സെൻസേഴ്സ്, ട്രാൻസ്മിറ്റേഴ്സ് എല്ലാം ഇതിലാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പം മുന്നേയൊക്കെ ഇതിൽ എല്ലാം, അതായത് ഡേറ്റ ലോഗറും ബാറ്ററി എല്ലാം ഒറ്റ കേസിലായിരുന്നു. പിന്നെ ഈ ബാറ്ററി ലീക്കേജിന്റെ ഇഷ്യൂസ് ഒക്കെ കാരണം നമ്മൾ ഇപ്പോൾ അത് പുതിയ കമ്പനീസ് എല്ലാം നമുക്ക് 2 ബോക്സ് ആണ് തരുന്നത്. ഒരു ബോക്സിൽ നമുക്ക് ബാറ്ററിയും അതിന്റെ ചാർജ് കൺട്രോളേഴ്സും, പിന്നെ മറ്റേ ബോക്സിൽ നമുക്ക് ഡേറ്റ ലോഗറും ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ നമുക്കുള്ളത് സാറ്റലൈറ്റ് ട്രാൻസ്മിറ്റേഴ്സ് ആണ്. ഈ സാറ്റലൈറ്റ് ട്രാൻസ്മിറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു AWSൽ നിന്നും ഒരു ഇൻസാറ്റ് അല്ലെങ്കിൽ മെറ്റ്സാറ്റ് സാറ്റലൈറ്റിലേക്ക് നമ്മൾ ഈ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്.
ഇനി നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ആന്റിനാസ് ആണ് ഈ AWS ARGസിൽ. അപ്പൊ ഒരു AWS ARGയിൽ നമുക്കൊരു ക്രോസ്ഡ് യാഗി ആന്റിന, ഇതാണ് ഒരു ക്രോസ്ഡ് യാഗി ആന്റിന എന്ന് പറയപ്പെടുന്നത്. ഈ യാഗി ആന്റിന യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു പർട്ടിക്കുലർ ഫ്രീക്വൻസി ഉള്ള ഡേറ്റ അപ്ലിങ്ക് ചെയ്ത് നമ്മൾ സാറ്റലൈറ്റിലേക്ക് അയക്കുന്നത്. ഇനി എർത്ത് സ്റ്റേഷനിൽ സാറ്റലൈറ്റിൽ നിന്ന് നമുക്ക് ഡേറ്റ റിസീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പാരാബോളിക് ആന്റിനയാണ്. ഈ പാരാബോളിക് ആന്റിന നമുക്ക് എർത്ത് സ്റ്റേഷനിൽ കാണപ്പെടും. ഈ പാരാബോളിക് ആന്റിന യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡേറ്റ റിസീവ് ചെയ്യുന്നത്. ഇതാണ് ഒരു ടിപ്പിക്കൽ AWSന്റെ ഫങ്ഷണൽ സ്ട്രക്ചർ. എങ്ങനെയാണ് ഒരു AWS വർക്ക് ചെയ്യുന്നത്? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു AWSന്റെ സെൻസേഴ്സ് മുഖാന്തരം എടുക്കുന്ന വാല്യൂസ് അതിനെ കണ്ടീഷൻ ചെയ്തിട്ട് ഡേറ്റ കൺവേർഷൻ എല്ലാം കഴിഞ്ഞ് പ്രോസസ് ചെയ്ത് നമ്മൾ ആന്റിന വഴി സപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് നമ്മള് സാറ്റലൈറ്റിലുള്ള ഡേറ്റ റിലേ ട്രാൻസ്പോണ്ടർ യൂസ് ചെയ്തിട്ട് അതിനെ നമ്മൾ ഇവിടെ നിന്ന് അപ്ലിങ്ക് ചെയ്താണ് വിടുന്നത്. അതിനെ അവിടെ 402.75 MHz റിസീവ് ചെയ്യാൻ വേണ്ടി ഒരു UHF ആന്റിന ഉണ്ട്. അപ്പൊ സാറ്റലൈറ്റ് ആ പർട്ടിക്കുലർ ഫ്രീക്വൻസിയുടെ ഡേറ്റ റിസീവ് ചെയ്തിട്ട് അതിനെ ഡൗൺ കൺവേർട്ട് ചെയ്ത് 28 MHz ആക്കുകയും അതിനെ പിന്നെ ഫിൽട്ടർ ചെയ്ത് അടുത്ത നമുക്ക് എർത്ത് സ്റ്റേഷനിലേക്ക് അയക്കാൻ വേണ്ടി വീണ്ടും അപ്പ് കൺവേർട്ട് ചെയ്ത് ആംപ്ലിഫൈ ചെയ്ത് അയക്കുകയാണ് ചെയ്യാറ്. എർത്ത് സ്റ്റേഷനിൽ നമ്മൾ ഒരു പാരാബോളിക് ആന്റിന നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ആ ആന്റിന യൂസ് ചെയ്ത് നമ്മൾ ഡേറ്റ റിസീവ് ചെയ്യും. അതിനെ ഇവിടെ ആംപ്ലിഫൈ ചെയ്ത ആന്റിനെ ഇവിടെ ലോ നോയ്സ് ആംപ്ലിഫയറിലേക്ക് കടത്തിവിട്ട് ഡൗൺ കൺവേർട്ട് ചെയ്ത് നമുക്ക് ഡേറ്റ പ്രോസസിംഗ് കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് യൂസ് ചെയ്യാനാണ് പറ്റും. ഇത് നേരത്തെ പറഞ്ഞ അതേ പ്രോസസ് ആണ് ഒരു മാപ്പിലൂടെ കാണിച്ചേ ഉള്ളൂ. ഇത് ഒരു റിസീവിംഗ് എർത്ത് സ്റ്റേഷൻ ആണ്. ഇത് പല AWSകളുമാണ്. ഈ AWS എല്ലാം നമ്മുടെ യാഗി ആന്റിന വഴി ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അത് സാറ്റലൈറ്റ് റിസീവ് ചെയ്ത് പ്രോസസ് ചെയ്ത് നമുക്ക് തിരിച്ച് എർത്ത് സ്റ്റേഷനിലേക്ക് ഡേറ്റ അയക്കുന്നു. അപ്പൊ ഈ എർത്ത് സ്റ്റേഷനിൽ നിന്ന് കിട്ടുന്ന ഡേറ്റ ആണ് നമുക്ക് വെബ്സൈറ്റിലേക്ക് എല്ലാം അവൈലബിൾ ആയിട്ടുള്ളത്. വെബ്സൈറ്റിൽ കിട്ടുന്ന ഡേറ്റ എല്ലാം ഓരോ AWSന്റെ ഡേറ്റ നമുക്ക് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ഈ ഡേറ്റ എങ്ങനെ പ്രോസസ് ചെയ്യുന്നു, ഡേറ്റ എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, റിസീവ് ചെയ്യുന്നു. ഇനി ഈ ഡേറ്റ നമുക്ക് പബ്ലിക്കിന് വേണ്ടി അവൈലബിൾ ആയിട്ട് നമുക്ക് വെബ്സൈറ്റുകളിൽ കംപ്ലീറ്റ് ഡേറ്റയും നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് ആ വെബ്സൈറ്റ് എന്താണ്, വെബ്സൈറ്റ് ഏതാണ്, എങ്ങനെയാണ് നമുക്ക് വെബ്സൈറ്റുകൾ ഡേറ്റ എടുക്കാൻ കഴിയുന്നത് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ AWS ARGയുടെ വെബ്സൈറ്റ്. ഇവിടെ നമുക്ക് കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റുകളിലെയും ഏത് ഡിസ്ട്രിക്ട്, എക്സാമ്പിൾ തിരുവനന്തപുരം എടുത്താൽ തിരുവനന്തപുരത്തിലെ നമുക്ക് ഒരു 3 സ്റ്റേഷൻസ് ഉണ്ട്, തിരുവനന്തപുരം, വെള്ളായണി, നെയ്യാറ്റിൻകര. അപ്പോൾ ഓരോ സ്റ്റേഷനിൽ നമുക്ക് ഡേറ്റ ഏത് മണിക്കൂർ വേണമെങ്കിലും, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒബ്സർവേറ്ററിയിൽ നമുക്ക് 8 ഒബ്സർവേഷൻസ് 3 മണിക്കൂർ ഇടവിട്ടാണ് എടുക്കുന്നത്. അപ്പം നമുക്ക് കിട്ടുന്ന ഡേറ്റയ്ക്ക് ഒരു പരിമിതികളുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് കംപ്ലീറ്റ് 24 hour ഡേറ്റ നമുക്ക് 15 മിനിറ്റ് ഇടവേള വെച്ച് നമുക്ക് കിട്ടാറാണ് പതിവ്. ഇപ്പോൾ ഞാൻ ഓൾ മിനിറ്റ് കൊടുത്ത് നമുക്ക് ഡേറ്റ വ്യൂ ചെയ്യാം, AWSയുടെ ഡേറ്റ വ്യൂ ചെയ്യാം. നിങ്ങൾക്ക് കാണുന്ന പോലെ ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ ഇന്നത്തെ ഡേറ്റിൽ 00 UTC, അതായത് 5:30 രാവിലെ 5:30 5:30 മുതലുള്ള ഡേറ്റയാണ് ഈ കാണുന്നത്. അപ്പൊ അതിൽ ടെമ്പറേച്ചർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ മനസ്സിലാവും. 15 മിനിറ്റ് ഇടവേള വെച്ചിട്ട് നമുക്ക് ഈ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്ത് നമുക്ക് ഇവിടെ റിസീവ് ചെയ്ത് നമ്മുടെ വെബ്സൈറ്റ് അവൈലബിൾ ആണ്. അപ്പം നമുക്ക് ഇവിടെ ടെമ്പറേച്ചർ കാണാം, ഒരു മാക്സിമം ടെമ്പറേച്ചർ കാണാം, മിനിമം ടെമ്പറേച്ചർ കാണാം, RH അതായത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കാണാം, വിൻഡിന്റെ ഡയറക്ഷൻ കാണാം, വിൻഡ് സ്പീഡ് കാണാം, പ്രഷർ കാണാം, സ്റ്റേഷൻ ലെവൽ പ്രഷർ ഉണ്ട്, മെയിൻ സീ ലെവൽ പ്രഷറും കാണാം. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ബാറ്ററിയുടെ വോൾട്ട് ആണ്, അതായത് കറണ്ട് ഇപ്പൊ ബാറ്ററി നമ്മൾ യൂസ് ചെയ്യുന്ന ബാറ്ററിയുടെ വോൾട്ട് ഒരു പർട്ടിക്കുലർ 10 താഴെയൊക്കെ പോയി കഴിഞ്ഞാൽ ബാറ്ററി വർക്കിംഗ് നല്ലതല്ല എന്നാണ് അർത്ഥം. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കി നമുക്ക് ബാറ്ററി നമുക്ക് സർവീസ് ചെയ്യാൻ സാധിക്കുന്നതാണ്.
ഇവിടെ നമുക്ക് സൺഷൈൻ റെക്കോർഡർ എക്യുപ്മെന്റ് ഇല്ല, അതാണ് ഇവിടെ ഡേറ്റ അവൈലബിൾ അല്ലാത്തത്. അതുപോലെ നമുക്ക് എല്ലാ സ്റ്റേഷനുകളിലെയും നമുക്ക് ഡേറ്റ വ്യൂ ചെയ്യാൻ ഇതുവഴി സാധിക്കുന്നതാണ്. ഇതിപ്പോ ജസ്റ്റ് കേരളം മാത്രമല്ല, നിങ്ങൾക്ക് ഏതൊരു സ്റ്റേറ്റിന്റെയും നമുക്ക് ഇതിൽ സെലക്ട് ചെയ്ത് നമുക്ക് അവിടുത്തെ കറസ്പോണ്ടിങ് ഡിസ്ട്രിക്റ്റിലെ ഏത് AWS ആണോ ഏത് ARG ആണോ എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് അവിടുത്തെ ഡേറ്റ വ്യൂ ചെയ്യാൻ സാധിക്കുന്നതാണ്. ARG എടുക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് പെരിങ്കടവിള, ചാക്ക എയർപോർട്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന ARGയുടെ വിവരങ്ങളാണിത്. അപ്പൊ നമുക്ക് മനസ്സിലാവും, നമുക്ക് എല്ലാ 15 മിനിറ്റ് ഇടവിട്ട് നമുക്ക് ഡേറ്റ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അഗ്രോ AWSകളും നമുക്ക് കേരളത്തിൽ മലപ്പുറത്തും പാലക്കാടാണ് ഉള്ളത്. അപ്പം ഇതിൽ നമുക്ക് വ്യത്യാസം എന്നുള്ളത് ഇതിൽ സോയിൽ ടെമ്പറേച്ചർ, സോയിൽ മോയ്സ്ചർ എന്നീ ഘടകങ്ങളുടെ അളവുകൾ നമുക്ക് ഇതിൽ ലഭ്യമാണ്. ബാക്കിയെല്ലാം സെയിം ആണ്. റെയിൻഫോൾ, ടെമ്പറേച്ചർ, മാക്സിമം, മിനിമം, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എല്ലാം അത് തന്നെയാണ്. പിന്നെ നമുക്ക് ഇത് കൂടാതെ നമുക്ക് സോയിൽ ടെമ്പറേച്ചർ, സോയിൽ മോയ്സ്ചർ എന്നീ ഘടകങ്ങളുടെ അളവുകളും ഇതുവഴി നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ടാബ് വഴി നമുക്ക് ലഭ്യമായിട്ടുള്ള ഡേറ്റ. ഇനി ഡെയിലി റെയിൻഫാൾ, അതായത് ഒരു ദിവസം നമ്മൾ നേരത്തെ പറഞ്ഞു 8:30 മുതൽ ഇന്ന് 8:30 മുതൽ നാളെ 8:30 വരെയുള്ള റെയിൻഫോൾ ആണ് ശരിക്കും നാളത്തെ മഴ എന്ന് കണക്കാക്കപ്പെടുന്നത്. ഇന്നത്തെ മഴ എന്ന് പറയുന്നത് ഇന്നലെ 8:30 മുതൽ ഇന്ന് 8:30 വരെയുള്ള. അപ്പം മഴയുടെ അളവുകൾ നോക്കാൻ വേണ്ടി ഈ ടാബ് ക്ലിക്ക് ചെയ്ത് നമുക്ക് കേരളം സെലക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇതുവരെ ഈ സ്റ്റേഷനുകളിൽ പെയ്ത മഴയുടെ അളവുകൾ നമുക്ക് ഇവിടെ ലഭ്യമാണ്, ഈ കോളത്തിൽ ലഭ്യമാണ്. ഡെയിലി വെതർ സമ്മറി എല്ലാം കമ്പൈൻ ചെയ്ത ഡേറ്റാസ് ആണ്. പ്രഷർ, നമുക്ക് അത്യാവശ്യമായിട്ടുള്ള റെയിൻഫാൾ, മാക്സിമം മിനിമം ടെമ്പറേച്ചർ, വൈകിട്ട് 5:30ക്കുള്ള റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, രാവിലെ 8:30ക്കുള്ള റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, പ്രഷർ എന്നീ ഘടകങ്ങളുടെ ഒരു ഡേറ്റാ സമ്മറി നമുക്ക് ലഭിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ടാബ് വഴി നമുക്ക് ലഭിക്കുന്നത്. ഇനി നമുക്ക് ഹോമിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ ഒരു ഫീച്ചർ വെച്ചിട്ട് നമുക്ക് രാവിലെ 8:30ക്ക് ശേഷം പെയ്ത മഴ, എവിടെയൊക്കെയാണ് 8:30ക്ക് ശേഷം മഴ പെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് ഈ മാപ്പ് യൂസ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. മലപ്പുറം, വക്കാട് 0.5. അപ്പോൾ അതുപോലെ അടുത്തത് ലാസ്റ്റ് 15 മിനിറ്റിൽ പെയ്ത മഴ, ലാസ്റ്റ് 30 മിനിറ്റിൽ പെയ്ത മഴ, ഇതെല്ലാം റിയൽ ടൈം ആയിട്ട് നമുക്ക് ഈ മാപ്പിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മഴ എവിടേക്ക് ലഭിച്ചു, ഈ കഴിഞ്ഞ 3 മണിക്കൂറോ കഴിഞ്ഞ 1 മണിക്കൂറോ മഴ എവിടേക്ക് ലഭിച്ചു എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. മഴ മാത്രമല്ല, ടെമ്പറേച്ചർ, പിന്നെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, കാറ്റിന്റെ വേഗത, കാറ്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്, പിന്നെ എവിടെയെങ്കിലും നല്ല ശക്തമായ കാറ്റ് വീശുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ഈ മാപ്പ് വഴി അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു AWS അല്ലെങ്കിൽ ARGയെ കുറിച്ച് ഇവിടെ പറയാനുള്ളത്. നന്ദി. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. അരുൺ, ഈ ഡേറ്റ എത്ര ദിവസം അവൈലബിൾ ആയിരിക്കും? അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമോ? അതുകൂടി ആൾക്കാർക്കൊന്ന് പറഞ്ഞു കൊടുക്കും. ഹലോ അരുൺ, AWS ARG ഡേറ്റ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമോ? അത് എത്ര ദിവസത്തേക്ക് ആ ഡേറ്റ സൈറ്റിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും? അതുകൂടി ഒന്ന് പറയും. ഓക്കെ മാഡം. AWS ARG ഡേറ്റ നമുക്ക് ഒരു ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് അത് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണ്. നമുക്ക് വ്യൂ ചെയ്യാൻ മാത്രമേ കഴിയുള്ളൂ.
പാസ്റ്റ് ഡേറ്റ 3 ദിവസത്തേക്ക് നമുക്ക് അതിൽ അവൈലബിൾ ആണെന്ന് തോന്നുന്നു അല്ലേ? അതെ 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 അതെ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആസാദിക അമൃത് മഹോത്സവിന്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ ലെക്ചർ സീരീസ് ഇതോടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും അത് പ്രയോജനപ്രദമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള അവസരമാണിത്. ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ലെറ്റ് us wind up. Okay. Okay.